हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. നല്ല സുഖമായിരിക്കാൻ കുറേ നേരം ഇരിക്കാൻ, കാല് താഴ്ത്തി വെച്ചിട്ട് കഴിക്കട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാ മാതാജിമാർക്കും എല്ലാ പ്രഭുസിനും പ്രണാമം. നമ്മൾ കീർത്തനത്തോടെ തന്നെയാണ് തുടങ്ങുന്നത്, സ്ഥിരം ക്ലാസ് പോലെ തന്നെ. അപ്പം എല്ലാവരുടെ പാദങ്ങളിലും ഞാൻ നമസ്കരിക്കുന്നു. ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങളടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ബ്ലെസ്സിങ് വേണം കേട്ടോ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടിയിട്ട്. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ കുഞ്ച വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी. यशोदनन्दना व्रजजनरञ्जना यमुनतीरा वनचारी. जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण 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 हरे हरे, हरे राम राम
പ്രഭുപാദം എന്തായാലും കീർത്തിക്കണം. എന്നാലും നമുക്ക് കട ഓടും. गुरु महाराज की जय, वृंदावन धाम की जय, बरसाना धाम की जय, पुरी धाम की जय, मायापुर धाम की जय, नवली धाम की जय, निताय गौर प्रेमानंदे हरि 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 बोल. താങ്ക് യു റോജി. വേറെ ആരും നമ്മൾ കീർത്തിക്കണ്ട. നമ്മളെ ഇതിലേക്ക് എത്തിച്ചു. ഹരേ കൃഷ്ണ. വീണ്ടും ഒരിക്കൽ കൂടി ഒരു സ്വാഗതം കൂടി പറയുന്നു. നമ്മൾ ഉപദേശാമൃതമാണ് എടുക്കുന്നത്. ഉപദേശാമൃതം നമ്മൾ കഴിഞ്ഞ മാസം എടുത്ത് നിർത്തിയതാണ്. ഓർമ്മയുണ്ടോ ഉപദേശാമൃതത്തില് പറഞ്ഞു നിർത്തിയതൊക്കെ? ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തൽഭക്തായ നമോസ്തുതേ. ഹരേ കൃഷ്ണ. ഹരി ഓം തത്സത്. ഉപദേശാമൃതം ക്ലാസ് നമ്മൾ എടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഉപദേശാമൃതം പുസ്തകം നമുക്ക് ആരാണ് എഴുതിയിട്ട് ഉള്ളത് എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് ഓർമ്മ ഉണ്ടോ? ആരാണ് എഴുതിയിട്ടുള്ളത് ഉപദേശാമൃതം? താങ്ക് യു മാതാജി. രൂപഗോസ്വാമി അടുത്തുനിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. രൂപഗോസ്വാമിക്ക് അത് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? അതിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ ചൈതന്യ മഹാപ്രഭുവിൽ നിന്ന്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈതന്യ മഹാപ്രഭു ആരാണെന്നുള്ളത് അല്ലെ. നമ്മളെ ഈ കലിയുഗത്തില് യുഗാവതാരം, അതായത് ഈ കലിയുഗത്തിന്റെ അവതാരം ഭഗവാന് അവതരിച്ചിട്ടുള്ളത് നമുക്ക് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്? അതായത് നാമസങ്കീർത്തനം നമ്മളിലേക്ക് തരുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ തന്നെ ഭക്തരൂപത്തിൽ അവതരിച്ചിട്ടുള്ളത്. ഓക്കെ, അതാണ് ചൈതന്യ മഹാപ്രഭു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യഗണങ്ങളിൽ 6 ആളാണ് വരുന്നത്. ഷഡ്ഗോസ്വാമിമാർ. ഷഡ്ഗോസ്വാമിമാരിൽ പ്രധാനിയാണ് ആരെന്ന് പറയുന്നത്? രൂപഗോസ്വാമി. വന്ദേ രൂപ സനാതനോ രഘുയുഗോ ശ്രീജീവ ഗോപാലകോ. ഷഡ്ഗോസ്വാമി അഷ്ടകണ്ട് അതിൽ പറയുന്നതാണ്. ഷഡ്ഗോസ്വാമിമാരെ പ്രണാമം ചെയ്യുന്നതാണ് അതിൽ പറയുന്നത്. അപ്പൊ ആരൊക്കെയാണ്? രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി, രഘുനാഥ ദാസ് ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, ഗോപാൽ ഭട്ട ഗോസ്വാമി, ശിവഗോസ്വാമി, ഗോപാൽ ഭട്ട ഗോസ്വാമി. ആ ഒരു ലൈനിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വന്ദേ രൂപ സനാതനോ രഘുയുഗോ ശ്രീജീവ ഗോപാലകോ. അങ്ങനെയാണ് അവരെ പ്രണമിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് എടുത്തതെന്ന് നോക്കാം കേട്ടോ. അതായത് ഉപദേശാമൃതത്തിൽ പ്രധാനമായിട്ടും 11 ശ്ലോകങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ ഒരു ഭക്തന്റെ ജീവിതത്തില് ഏറ്റവും എന്താ പറയുക വിശിഷ്ടമായത്, അതായത് നമ്മൾ എപ്പോഴും ചേർത്ത് പിടിക്കാൻ ഈ ഉപദേശങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമ്മളുടെ ഭക്തി നേരെ പോലെ പോവുകയുള്ളൂ. അതിനാണ് ശ്രീല പ്രഭുപാദർ നമുക്ക് ഈ ഒരു ചെറിയ ബുക്കാണ്, ഇത്രയുള്ളൂ ഈ പുസ്തകം ഉപദേശാമൃതം. കണ്ടോ? ഇതെല്ലാവരുടെ ആരടുത്തൊക്കെ ഉള്ളത്? അത് മേടിക്കുക കേട്ടോ. ഇനി വരുന്ന പ്രാവശ്യം ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിന്റെ മുന്നേറ്റ് ഓരോ ശ്ലോകവും ഗ്രൂപ്പിലിടും. എന്നിട്ട് അതിന്റെ അർത്ഥവും ഉണ്ടാവും. അപ്പൊ നിങ്ങളെടുത്ത അർത്ഥം മാത്രം നോക്കിയാൽ പോരെ, അതിന്റെ ഭാവാർത്ഥം കൂടെ നിങ്ങൾ വായിച്ചു തരും കേട്ടോ. അപ്പൊ ഈ ഉപദേശാമൃതത്തിൽ 11 ശ്ലോകമാണ്. ഈ ശ്ലോകങ്ങളിൽ ഓരോ ശ്ലോകവും എടുത്തു നോക്കിയാൽ നമ്മളുടെ ഭക്തി എങ്ങനെ നമുക്ക് ഉന്നതിയിലെത്തിപ്പിക്കാം എന്ന് പറയുന്നതാണ് ഓരോ ശ്ലോകവും. അതിൽ ഒന്നാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് വാചോവേഗ, അതായത് നമുക്ക് ഉണ്ടാകുന്ന 6 ത്വരകളെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളാണ്. അതിലെന്തൊക്കെയാണ് പറയുന്നത്? നമ്മുടെ വാക്കിനെ നിയന്ത്രിക്കണം, മനസ്സിനെ നിയന്ത്രിക്കണം, ക്രോധത്തെ നിയന്ത്രിക്കണം, പിന്നെ അതേപോലെ തന്നെ ജിഹ്വയെ നിയന്ത്രിക്കണം, പിന്നെന്താണ് ഉദരത്തെ നിയന്ത്രിക്കണം, ഉപസ്ഥയെ നിയന്ത്രിക്കണം. ഇങ്ങനെ 6 കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തായിട്ട് മാറാം? ഈ ഭൂമിയിൽ എല്ലാവരെയും ശിഷ്യപ്പെടുത്താനുള്ള കഴിവുണ്ടായിരിക്കും. അങ്ങനെ ആ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് എന്ത് പറയുന്നത്?
ഗോസ്വാമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ആ ഒരു വ്യക്തി എന്ത് പറയുന്നു നമുക്ക് ഗോസ്വാമി എന്ന് പറഞ്ഞിട്ടാണ് ഒന്നാമത്തെ ശ്ലോകം തന്നെ അത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ രണ്ടാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പോകണില്ല കേട്ടോ. ഭക്തിക്ക് പ്രതികൂലമായിട്ടുള്ള 6 കാര്യങ്ങൾ. അടുത്ത ശ്ലോകം മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള 6 കാര്യങ്ങൾ. അതായത് പിന്നെ അനുകൂലം എന്ന് പറഞ്ഞാൽ ഉത്സാഹ, നിശ്ചയ, ധൈര്യം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ശ്ലോകങ്ങൾ. പിന്നെ നാലാമത്തെ ഭക്തരുമായി എങ്ങനെ ഇടപഴകാം, അതായത് ഗ്രഹണാദി പ്രതിഗ്രഹണാദി എന്നൊക്കെ പറഞ്ഞിട്ട്, മുഖ്യമാക്കിയാദി പൃച്ഛതി എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നമ്മൾ ഭക്തന്മാർ ഇവിടെ വരുമ്പോൾ ഈ സത്സംഗം തന്നെ എടുത്താൽ നമുക്കത് കിട്ടും. എങ്ങനെ ഭക്തന്മാരുമായി ഇടപെടാം, അതായത് പിന്നെ ആരൊക്കെയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സത്സംഗത്തിൽ പറയും, അത് വേണ്ടപ്പെട്ട ആൾക്കാരോട് പറയും. അപ്പോൾ അതിന് അവർക്കുള്ള സൊല്യൂഷൻ കിട്ടും. ഓക്കെ, എല്ലാറ്റിനും ഒരു സൊല്യൂഷനേ ഉള്ളൂ, എന്താണ് ഹരിനാമജപം. ഓക്കെ, പിന്നെ അത് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭക്തന്മാരുടെ ലെവലുകളാണ്. അതായത് കനിഷ്ഠാധികാരി, മധ്യമാധികാരി, ഉത്തമാധികാരി, ഇതൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? അത് മൂന്ന് തലത്തില് നമ്മള് ഭക്തന്മാരെ അറിഞ്ഞിരിക്കണം. അതാണ് കനിഷ്ഠ ലെവല്, മധ്യമ ലെവല്, ഉത്തമ ലെവല്. ആറാമത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ശ്ലോകമാണ് ഭക്തന്മാരെ നമ്മള് അതായത് ഭൗതിക രീതിയിൽ നോക്കി കാണാൻ പാടില്ല. ഭൗതികതയുടെ പേരിൽ പറയുമ്പോൾ ഭൗതികത എന്ന് പറയുമ്പോൾ അതിൽ പലത് വരുന്നുണ്ട്. ജാതി, പിന്നെ അവരുടെ കുലം, അവരുടെ രാജ്യം, അവരുടെ സൗന്ദര്യം, അങ്ങനെ അതിലൊന്നും വേർതിരിച്ച് കാണാൻ പാടില്ല. ആരെ? ഭക്തന്മാരെ. അപ്പോ അതിൽ കുറെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ, അദ്ദേഹത്തിന്റെ കുലം നോക്കുകയാണെങ്കിൽ എന്താണ്, അദ്ദേഹം ഒരു മുസ്ലിം അല്ല, ഒരു പിന്നെന്താ പറയാ ഏറ്റവും താഴ്ന്ന കുലത്തിലാണെങ്കിൽ പോലും അദ്ദേഹം എന്തായി മാറി? നാമാചാര്യൻ എന്നുള്ള ഒരു പദവി ആര് കൊടുത്തു? ചൈതന്യ മഹാപ്രഭു കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. പിന്നെ അതുമല്ല, അദ്ദേഹം എവിടെയാണ്? ഭഗവാന്റെ കൂടെയുള്ള ഒരു നിത്യ സഹചാരിയാണ് ഹരിദാസ് ഠാക്കൂർ, അല്ലെ? ബ്രഹ്മാജിയുടെ അതായത് ബ്രഹ്മദേവന്റെ ഒരു ഇൻകാർണേഷൻ ആയിട്ടാണ് ആര് വരുന്നത്? ഹരിദാസ് ഠാക്കൂർ വരുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ആറാമത്തെ ശ്ലോകത്തിൽ പഠിച്ചിട്ടുള്ളത്. എന്താ ആറാമത്തെ ശ്ലോകത്തിൽ പഠിച്ചത്? ഭക്തന്മാരെ ഭൗതിക രീതിയിൽ വേർതിരിച്ച് കാണാൻ പാടില്ല. ഓക്കെ, ഇന്ന് നമ്മൾ ഏഴാമത്തെ ശ്ലോകമാണ് എടുക്കുന്നത്. ഏഴാമത്തെ ശ്ലോകം നല്ല രസകരമായിട്ടുള്ള ശ്ലോകമാണ്. ഇപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ കിട്ടണ്ട? കനിഷ്ഠാധികാരിയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഭൗതിക രീതിയിൽ വേർതിരിച്ച് കാണാൻ പാടില്ല എന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? അത് ഇനി ഏഴാമത്തെ ശ്ലോകം എടുക്കാം കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ നാമചരിതാദി സിദ്ധാപി വിദ്യാ പിത്തോപദപ്തരസനസ്യാജ്ഞരോചികാനോ കിന്വാദരാനുദിനം ഖലു സൈവ ജുഷ്ടാ സ്വാദിക്രമാർഭവതി തദ്ഗതമൂലഹന്ത്രി. ഓക്കെ, മുറിച്ച് വായിക്കാം തുടങ്ങി. കൃഷ്ണനാമ ചരിതാദി സിദാപ്യവിദ്യ പിത്തോവ തപ്ത രസനസ്യ രോചികാനോ കിന്ദ്വാധരാ അധനുദിനം ഖലു സൈവ ജുഷ്ടാ സ്വാദിക്രമാ ഭവതി തദ്ഗദാ മൂലഹന്ത്രി. അങ്ങനെ തന്നെ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞാൽ മതി. ബുക്കില്ലല്ലോ ആരെയും. കൃഷ്ണനാമ ചരിതാദി സിദാഭ്യവിദ്യ പിത്തോപതപ്ത രസനസ്യ നരോചികാനോ കിന്ദ്വാദ് ആദരാനുദിനം
ഗലു സൈവ ജുഷ്ട ഗലു സൈവ ജുഷ്ട സ്വാധിക്രമാത് ഭവതി തത് ഗദമൂലഹന്ത്രി. അപ്പൊ ഇതിന്റെ പദാനുപത അർത്ഥം നോക്കാം കേട്ടോ. കൃഷ്ണനാമ കൃഷ്ണന്റെ പുണ്യനാമം. ചരിതാദി ഗുണഗണങ്ങൾ ലീലാവിലാസങ്ങൾ സിതാ അഭി മുതലായ കൽക്കണ്ടം പോലും അവിദ്യയാകുന്ന അജ്ഞാനമാകുന്ന പിത്തോവ പിത്തം കൊണ്ട് ആതുരമായ തപ്തരസനസ്യ നാവോട് കൂടിയവന് രോജിഗാന രുചികരമായിരിക്കുക ഇല്ലല്ലോ സ്യാത് അനുകിന്തു എന്നാൽ സയേവ അത് കൽക്കണ്ടമാകുന്ന ഹരിനാമം തന്നെ അനുദിനം ദിവസം തോറും ആദരാത് ശ്രദ്ധയോടുകൂടി ജുഷ്ടാസതി സേവിക്കുന്നതായാൽ അതായത് കീർത്തിക്കുന്നതായാൽ ക്രമത്തിൽ സ്വാദുള്ളതായും തദ്ഗതമൂലഹന്ത്രി മേൽപ്പറഞ്ഞ രോഗത്തിന്റെ കാരണം നശിപ്പിക്കുന്നതായിട്ടും ഭവതി തീരുന്നു. അപ്പൊ വിവർത്തനം ഭാവാർത്ഥം ദിവ്യപൂജ ശ്രീ മദേസി ഭക്തി വേദാന്ത സ്വാമി ശീല പ്രഭാതിക്ക് ജയ ജയ ശീല പ്രഭാ ജയ ശീല ഗുരു മഹാരാജ്. അപ്പൊ നമുക്കിതിന്റെ വിവർത്തനം പറയാ, കുറച്ചുള്ളൂ, അതും കൂടെ പറഞ്ഞോളൂ കേട്ടോ. കൃഷ്ണന്റെ തിരുനാമങ്ങളും ഗുണങ്ങളും പ്രവൃത്തികളും ലീലകളും കൽക്കണ്ടം പോലെ ഉത്കൃഷ്ട മധുരങ്ങളാണ്. എന്നാൽ അവിദ്യയാകുന്ന രോഗം പിടിപെട്ട് രുചികെട്ട നാവിന് മധുരമുള്ളതൊന്നും രുചിച്ച് അറിയുവാൻ സാധ്യമല്ല. എങ്കിലും അത്ഭുതമെന്ന് പറയട്ടെ മധുരങ്ങളായ ഈ പുണ്യനാമങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ കീർത്തിച്ചുകൊണ്ടിരുന്നാൽ അയാളുടെ നാവിൽ സ്വാഭാവികമായ രുചി വരികയും അങ്ങനെ ആ രോഗം ക്രമത്തിൽ വേരറ്റ് പോവുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഇതിന്റെ ഭാവാർത്ഥം ജസ്റ്റ് മാധവി തന്നെ വായിച്ചു. കുറേ ഉണ്ടോ? അപ്പൊ വേണ്ട, പോയിന്റ് പറഞ്ഞു. അപ്പോ ഈ ഒരു ശ്ലോകത്തില് നമ്മളിപ്പോ ഇങ്ങനെ വായിച്ചുല്ലേ വിവർത്തനം, അതില് രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന്, മഞ്ഞപ്പിത്തം ബാധിച്ച ആൾക്കാര്, പിത്തരസം ബാധിച്ച ആൾക്കാര്. ഈ മഞ്ഞപ്പിത്തൊക്കെ ബാധിക്കുമ്പോ അവർക്ക് എവിടെയായിരിക്കും ആദ്യം നിന്റെ പ്രകടനം കാണുക? നാവിലാണെന്ന് പറയുന്നത്. അതായത് ഭക്ഷണം കഴിച്ച രുചിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ പറയുന്നത്, അവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. കൃഷ്ണന്റെ നാമം, രൂപ, ലീലകൾ ഇവയൊക്കെ എന്താണ്? മധുരം ഉള്ളതാണ് അല്ലേ? കൃഷ്ണന്റെ നാമം അതില് ഒരു കീർത്തനം തന്നെ ഉണ്ട് അല്ലേ? നമ്മളുടെ പുഷ്ടിമാർഗത്തിൽ എന്താ അദ്ദേഹത്തിന്റെ പേര്? മധുരാഷ്ട്രകാണോ? അതരം മധുരം അതരം മധുരം വദനം മധുരം. അങ്ങനെയുള്ള ഒരു ശ്ലോകം ഉണ്ട്. കുറച്ച് 8 ശ്ലോകങ്ങൾ വരുന്നുണ്ട്. ഭഗവാന്റെ എല്ലാ കാര്യം എടുത്തു നോക്കിയാലും അതെല്ലാം തന്നെ എന്താണ്? മധുരമാണ്. അതാണ് പറയുന്നത്. പിന്നെ ഈ ശ്ലോകത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്
ഹരിനാമത്തിന്റെ മാഹാത്മ്യം അല്ലെങ്കിൽ ഹരിനാമത്തിന്റെ മഹത്വം ആണ് പറയുന്നത്. പക്ഷെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ആദ്യം പിത്തരസത്തിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഭഗവാന്റെ എന്താ പറഞ്ഞത്, മാധുര്യം. അതായത് എന്ത് സംഭവം എടുത്തു കഴിഞ്ഞാലും, അതായത് പിന്നെന്താ ഭാഗവതത്തിലെ ഒരു ശ്ലോകം പറയുന്നത് രുചിരം നവം നവം. അതായത് ഭാഗവതത്തിൽ ഏതൊരു ശ്ലോകം എടുത്ത് നമ്മൾ നോക്കിയാലും അതൊക്കെ നമ്മൾക്ക് രുചിക്കാൻ എന്താണ്, നവം നവമാണ്. നമ്മളൊരു ലഡു എടുത്തിട്ട് എവിടെ കഴിച്ചാലും അതിന്റെ എന്താ മധുരല്ലേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നതുപോലെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓരോ ലീലകളും, പിന്നെ അദ്ദേഹത്തിന്റെ എന്തൊക്കെയാ പറയുന്നത് ഗുണങ്ങളും, അദ്ദേഹത്തിന്റെ വർണ്ണനയാണെങ്കിൽ അതും അല്ലെ. മാതാജി പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ്, പിന്നെന്താണ് ചെവി വരെ നീണ്ട എങ്ങനെയുള്ള കണ്ണുകളാണ്, കമലത്തിന്റെ ഇതള് പോലെയുള്ള, താമര ഇതള് പോലെയുള്ള കണ്ണുകൾ, ഇല്ലപ്പഴം പോലെ ചുവന്ന ചുണ്ടുകൾ. ഇതൊക്കെ പറയുമ്പോൾ ആരാണോ ഒന്ന് കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുക അല്ലെ. പിന്നെ നമുക്ക് സർവ്വപാലക പ്രഭു ഇതേപോലെ ഒരു ക്ലാസ് എടുത്തു അല്ലെ. ആ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്, ഒരമ്മ ആ കണ്ണന്റെ എന്ത് കേട്ടിട്ടാണ്, കണ്ണന്റെ ലീലകൾ കേട്ടിട്ട് കാണാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു. ഇതൊക്കെ നമുക്ക് ഓർമ്മയിൽ വരുന്നത് എന്തുകൊണ്ടാ, അതിനോട് രുചിയുള്ളത് കൊണ്ട് അല്ലേ. അപ്പോ നമുക്ക് ഇതില് നോക്കാം. അപ്പൊ പ്രധാനമായിട്ട് നമ്മള് ഇപ്പൊ ഇത് പറഞ്ഞു, മഞ്ഞപ്പിത്തത്തിന്റെ മരുന്ന് എന്താ ശരിക്ക്. മഞ്ഞപ്പിത്തം ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു മരുന്ന് കൊണ്ടാണ് മാറുക എന്ന് പറയുന്നുണ്ട്. കൽക്കണ്ടം, പനങ്കൽക്കണ്ടം കേട്ടിട്ടുണ്ടോ? പനങ്കൽക്കണ്ടം തുടർച്ചയായി കഴിക്കാം. മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാല് വായ എന്താണ്, നാവിന് കയപ്പ് രസം വരും. ഈ കയപ്പ് രസം എന്ന് പറയുന്നത് ചില പ്രവാചകര് ഇവിടെ അവിദ്യയാണ് ഉപമിക്കുന്നത്. അതിനു മുന്നേയിട്ട് ഈ കൽക്കണ്ടം എന്നുള്ള ഒരു സംഭവം ദിവസം ടേസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് തോന്നണം ഈ കൽക്കണ്ടത്തിന് മധുരമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ആർക്ക് വരണം, രോഗം വന്ന ആൾക്ക് തിരിച്ചറിയണം. എന്നാലാണ് ആൾക്ക് എന്താ മാറി എന്നുള്ളൊരു ബോധം വരുള്ളൂ. അതിനാണ് പിന്നെ മഞ്ഞപ്പിത്തത്തിന്റെ മരുന്ന് എന്താണ്, പനം കൽക്കണ്ടം. ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഓരോ വൈദ്യന്മാരൊക്കെ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷ് മരുന്നൊക്കെ ആയ കാരണം വേറെ വേറെ മരുന്നുകൾ, അത് കാരണം ചോദിച്ച് ആരും പോവലില്ല തോന്നണം. അപ്പൊ ചില പ്രഭാതരെ നമുക്ക് പറഞ്ഞു തരികയാണ് മഞ്ഞപ്പിത്തത്തിന്റെ മരുന്ന് എന്താണ്, പനങ്കൽക്കണ്ടം. അപ്പോ അത് എങ്ങനെയാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാല്, ശ്ലോകം ഒന്നുകൂടെ നമുക്ക് ശ്ലോകത്തിലൂടെ പോകട്ടോ. കൃഷ്ണനാമ ചരിതാദി സ്ഥിതാഭിവിദ്യ എന്നാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ നാമം, രൂപം, ലീല, അതായത് കൃഷ്ണന്റെ നാമം, ചരിതം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ലീലകള് എല്ലാം തന്നെ അതെല്ലാം തന്നെ എന്താ പറയുന്നത്, കൽക്കണ്ടം പോലെ. സിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽക്കണ്ടം പോലെയാണ്. പിത്തോദത്ത രസനസ്യ രോചികാനോ എന്ന പിത്തരസം പിടിച്ച ഒരാൾക്ക് ഈ കൽക്കണ്ടത്തിന്റെ രുചി എന്ന് പറയുന്നത് എന്തായിരിക്കും, കയപ്പായിരിക്കും. രോചികാനു പറഞ്ഞാല് അത് വല്ലാതെ രസിക്കില്ല. ആർക്ക്, ആൾക്കാരുടെ ഈ കൽക്കണ്ടം അവര് നുണയുമ്പോൾ. പക്ഷെ ഭഗവാന്റെ രൂപം, ഗുണം, ലീലക്ക് എന്താണ്, മധുരമാണെന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ട് അടുത്ത ലൈനില് പറയാണ് കിന്ത്വാർ, എന്നിരുന്നാലും അനുദിനം, അതായത് കിന്ത്വാർ ആദരാത് അനുദിനം ഗലു സൈവ ജുഷ്ട. അങ്ങനെ പറഞ്ഞാല് ഭഗവാന്റെ ആ നാമം, പിന്നെ നാമം, രൂപം, ലീല ഇവയൊക്കെ തന്നെ ആദരിച്ചുകൊണ്ട് അനുദിനം ഇത് സേവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആസ്വദിക്കാൻ പറ്റും. എങ്ങനെ ആസ്വദിക്കാൻ പറ്റുക, സ്വാധീക്രമാ ഭവതി തദ്ഗത മൂലഹന്ത്രി. അത് ആരാണോ രുചിക്കുന്നത്, എങ്ങനെ രുചിക്കുന്നത്, അത് അനുദിനം ആദരവോട് കൂടിയിട്ട് ഭഗവാന്റെ പിന്നെ നാമം, ലീലകളൊക്കെ രുചിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ഒരു അസുഖം എന്ന് പറയുന്നത് എങ്ങനെ പോകുന്ന പറയുന്നത്, തദ്ഗത മൂലഹന്ത്രി. അതായത് അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വേരറ്റ് ആ രോഗം ഇല്ലാതെയായി പോകും. അപ്പൊ നമുക്ക് ഇവിടെ ശിലപ്രഭാതര് ഇതിന്റെ ഭാവാർത്ഥത്തിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യം, ഇതൊക്കെ ഒറ്റ നോട്ടത്തില് ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ശിലപ്രഭാതര് ഭാവാർത്ഥത്തില് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താ പറഞ്ഞു തരുന്നത് നോക്കാട്ടോ. ഇവിടെ കയ്പ് എന്ന് പറയുന്നത് ഈ ഭവസാഗരത്തിലുള്ള ഓരോ ബദ്ധ ജീവാത്മാക്കളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവിദ്യയാണ്. അപ്പോ അവിദ്യ എന്താണ്, വിദ്യ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് ജഡവിദ്യ, പിന്നെ അതുപോലെ തന്നെ ആത്മീയ വിദ്യ. ജഡവിദ്യയാണ് എന്ത് പറയുന്നത്, അവിദ്യ എന്ന് പറയുന്നത്.
നമ്മൾ 1ാം ക്ലാസ് തൊട്ടിട്ട് 10ാം ക്ലാസ് വരെ കുറേ സംഭവങ്ങളൊക്കെ പഠിച്ചു അല്ലേ? മാത്സിൽ A+B² പഠിച്ചു, പിന്നെ സൈൻ തീറ്റ കോസ് തീറ്റ അതൊക്കെ പഠിച്ചിട്ട് നമ്മളുടെ ജീവിതത്തിൽ എന്താണ്, അതാണ് പിന്നെ പ്രഭാതരും പറഞ്ഞു തരുന്നത് എല്ലാം തന്നെ എന്താണ്? അവിദ്യയാണ്. ഓക്കെ. പിന്നെ നമ്മളുടെ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു ഗുരുവിന്റെ ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗുരു ഭഗവാനുമായിട്ട് ശിഷ്യന്മാരെ കണക്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഒരു മാതാവിന്റെ പൊസിഷനിൽ ഇരിക്കാൻ പറ്റുക. ആ മാതാവ് എങ്ങനെയാണ്? മാതാവ് ഭഗവാനുമായിട്ട് കുഞ്ഞുങ്ങളെ ബന്ധപ്പെടുത്തി കൊടുക്കണം. പിന്നെ അതേപോലെ പറയുന്നത് പിതാവാണെങ്കിലും അങ്ങനെ തന്നെ. ഒരു ഭർത്താവിന്റെ കടമ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യനെ എന്തിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം? ഭഗവാനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അവർ ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യത ഇല്ല എന്നാണ് പറയുന്നത്. അല്ലെ? നമുക്ക് മാതാജി ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു തരേണ്ട ഗുരുവിനെ സസ്യ ജനനീന സസ്യ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം ഉണ്ട്. അതിലൊക്കെ പറയണത് എന്താണ്? നമ്മൾ ഏതൊരു വിദ്യ നമ്മൾ പഠിക്കുമ്പോഴും ആ വിദ്യ എന്തിനോട് കണക്ട് ചെയ്യണം? ഭഗവാനുമായി കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ആ വിദ്യ എന്താവുകയുള്ളൂ? ആത്മീയ വിദ്യയാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ വിദ്യയെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എന്തിനാണ് വിദ്യയോട് കണക്ട് ചെയ്തിരിക്കുന്നത്? ഈ കയപ്പ് രസം എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? മഞ്ഞപ്പിത്തം ബാധിച്ച വ്യക്തികളാണ് നമ്മൾ എല്ലാവരും. നമ്മളോട് ആദ്യം ഹരിനാമം ചെല്ലാൻ പറയുമ്പോ ചെല്ലണ്ടേ? അതൊരു പിടിയും വരിക അല്ലെ? മാല വേണോ വേണ്ടേ അല്ലെ? ഓരോ ആൾക്കാരും മാല കൊടുക്കുമ്പോ അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലുള്ള അവിദ്യ കൊണ്ടാണ്. എന്താണ് ഈ അവിദ്യ എന്ന് പറഞ്ഞാല്? നമ്മൾ ഭഗവാനെ അറിയാതെ പോകുന്നു. ഭഗവാനെ എന്നാണോ നമ്മൾ അറിയുന്നത് അതാണ് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള വിദ്യ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ജ്ഞാനം. ശീലപ്രഭാതരെ നമുക്ക് പറഞ്ഞു തരികയാണ്, അവിദ്യ ഉണ്ടെങ്കിലും, ഒരു വ്യക്തിക്ക് അവിദ്യ ഉണ്ടെങ്കിലും എന്തിലൂടെ ആ അവിദ്യ മാറ്റിയെടുക്കാമെന്നാ പറയുന്നത്? നാമജപത്തിലൂടെ മാറ്റിയെടുക്കാം എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ എല്ലാവരും ഈ ബദ്ധാത്മാക്കളാണ് എന്ന് പറഞ്ഞു. എന്താ ഈ ബദ്ധാത്മാക്കൾ എന്ന് പറയുന്നത്? ഈ ഭൗതികതയിൽ നമ്മൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് അല്ലെ? എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ജയിലാണെന്നൊക്കെ നമ്മൾ ഇങ്ങനെ കുറെ ക്ലാസ്സിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ? എന്താ ഇവിടെ ജയിലാണെന്ന് പറയാന്? നമ്മൾ കാരണം തന്നെയാണ് അല്ലേ കുടുങ്ങിയിട്ടുള്ളത്. അപ്പൊ എന്താ നമ്മളിലുള്ളത്? ഇവിടെ ഇങ്ങനെ വന്ന് ബാധിച്ചപ്പോ 3 ആൾക്കാർ ഇവിടെ നമ്മളെ വന്ന് കെട്ടിപ്പിടിച്ചു. അതാരൊക്കെ 3 ആൾക്കാര്? സത്വഗുണം 3 ഗുണങ്ങളായിട്ട് കെട്ടിപ്പിടിച്ചു അല്ലെ? പിന്നെ ഈ ഗുണങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് ഇവിടുന്ന് പോവാൻ പറ്റാതെ ആവുന്നത് അല്ലെ? അമൃത മാതാജിക്ക് ഇപ്പൊ കുട്ടികളുണ്ട്, ഭർത്താവിന് ചോറ് വെക്കണം, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കണം, അങ്ങനെ കുടുങ്ങി കിടക്കുന്നു അല്ലെ? എന്നെ സംബന്ധിച്ചിട്ടും അങ്ങനെ തന്നെ കേട്ടോ. അപ്പൊ ഓരോ ആൾക്കാരെടുക്കുമ്പോഴും അവരിവിടെ ഇങ്ങനെ ഈ ഭൗതികതയില് അകപ്പെട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഈ ഭൗതികതയിൽ അകപ്പെട്ടിരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇങ്ങനെ ഒരാള് ജപമാലയിട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഹരിനാമം നിങ്ങൾ ചൊല്ലോ, സങ്കീർത്തനം പോകുന്നുണ്ട്, സങ്കീർത്തനം കേൾക്കുമ്പോ ആ കീർത്തനത്തിന്റെ ആ ഒരു രുചി കേട്ടിട്ട് പലതരത്തില് നമ്മൾ ഹരിനാമ കീർത്തനങ്ങൾ ചൊല്ലി കേൾക്കാറുണ്ട് അല്ലെ? നമ്മൾ ഇവിടെ ചെല്ലുന്നത് പോലെയല്ല. ഓരോ അമ്പലങ്ങളിൽ, അതായത് ഇപ്പോൾ ഇസ്കോണിന്റെ ഒരുപാട് മായാപൂർ സെന്റർ ഉണ്ട്, വൃന്ദാവനത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹരിനാമ കീർത്തനം, അവരത് ഒരു എന്താ പറയാ, അവരുടെ ഒരു എന്താ പറയാ ലക്ഷ്യം, ജീവിതത്തിന്റെ ലക്ഷ്യം അത് മാത്രമാണ്, ഈ ഹരിനാമ കീർത്തനം മാത്രമാണ് എന്ന് നിശ്ചയിച്ചുകൊണ്ടാണ് അവര് വൃന്ദാവനത്തിലൊക്കെ 24 hours കീർത്തനം ഉണ്ട് ഇപ്പോഴും. ഐന്ദ്രപ്രഭു അല്ലെ? ഐന്ദ്രപ്രഭു അത് തുടങ്ങി വെച്ചത് അദ്ദേഹമാണ്. നമുക്കിപ്പോഴും ചെന്നാൽ വൃന്ദാവനത്തിൽ അത് കാണാം. ഓരോ സമയം ഓരോരോ പിന്നെ ആരതി കഴിയുമ്പോഴും കീർത്തനം നിർത്താതെ മുടങ്ങും. ആ കീർത്തനമൊക്കെ കേൾക്കുമ്പോ എന്താണ്, ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർ പോലും ഇത് കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ, ആ ട്യൂണ് അതെന്താണ് നമ്മളെ മൈൻഡിൽ അത് സ്ട്രൈക്ക് ചെയ്യും. അതാണ് പ്രഭുപാദർ പറയുന്നത്, അവിദ്യ ഉണ്ടെങ്കിലും നിങ്ങള് ഹരേ കൃഷ്ണ കൃഷ്ണ എന്നുള്ളൊരു വിളി മതി. അത് ആര് കേൾക്കുന്ന പറയുന്നത്? ശ്രീകൃഷ്ണ ഭഗവാൻ കേൾക്കും. അപ്പൊ ശിലപ്രഭാതരുടെ ഇതില് പറയണതാണ്, ജീവചരിത്രത്തിൽ പറയണതാണ്, അദ്ദേഹം ഇതേമാതിരി ഈ പ്രസ്ഥാനം നടത്താണല്ലോ. അപ്പൊ എല്ലാവരും ഹരിനാമ കീർത്തനം ഇങ്ങനെ ചൊല്ലും. അധികം സായിപ്പന്മാരാണ്, അവരിങ്ങനെയൊന്നല്ല ഹരേ കൃഷ്ണ നല്ല രസത്തിലാണ് പാടുക. നമ്മള് കേൾക്കുമ്പോ ഇവര് ഇത്രയും മോഡേണായിട്ട് ഹരിനാമ കീർത്തനമൊക്കെ ചൊല്ലുന്നുണ്ടോ വിചാരിക്കും. ഞങ്ങൾ മായാപൂര് പോയപ്പോ എന്താണ് അവിടുത്തെ സ്റ്റേജൊക്കെ ഡിജിറ്റലൈസ് ആയിട്ട് ഫുൾ ലൈറ്റ് ഇതാക്കിയിട്ട് അവരുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ പാടുന്ന. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ആൾക്കാർ സഹിക്കാൻ വയ്യാതെ ശിലാപ്രഭാതർക്ക് കത്തെഴുതാണ്, നിങ്ങളുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം
അങ്ങനെ പിന്നെന്താണ് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല നിങ്ങളുടെ ശബ്ദം, പിന്നെ അതേപോലെ നിങ്ങളുടെ പ്രവർത്തനം ഒന്നും ഞങ്ങൾക്ക് പിടിക്കുന്നില്ല. അപ്പോഴൊക്കെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, ഈ ഹരേ കൃഷ്ണക്കാർ അങ്ങനെയാണ്, ഈ ഹരേ കൃഷ്ണക്കാർ എങ്ങനെയാണ്, അങ്ങനെ പല പലതിലും എഴുതിയിട്ടുണ്ട് പ്രഭുപാദർക്ക് ലെറ്ററില്. അപ്പൊ പ്രഭുപാദർ അല്ല അത് വായിക്കുന്ന, പ്രഭുപാദരുടെ ശിഷ്യനാണ് വായിക്കുന്നത്. അപ്പൊ പ്രഭുപാദരുടെ ശിഷ്യനോട് ചോദിക്കും, ലെറ്ററൊക്കെ കൊള്ളാം, അതില് പിന്നെ എത്ര പ്രാവശ്യം ഹരേ കൃഷ്ണ എഴുതിയിട്ടുണ്ട്? അപ്പൊ അദ്ദേഹം ഇങ്ങനെ എന്നെ നോക്കുമ്പോൾ ഒരു 19 പ്രാവശ്യമൊക്കെ ഉണ്ട്, 2-3 പേജ് ഉണ്ട്. അപ്പൊ പറഞ്ഞു എന്തായാലും എഴുതിയ ആൾക്ക് നല്ലത് വരും, കൃഷ്ണന്റെ ബ്ലെസ്സിങ് കിട്ടും. അതായത് അറിയാതെ പോലും ഹരേ കൃഷ്ണ അല്ലെങ്കിൽ കൃഷ്ണന്റെ നാമം, അവിടെ കൃഷ്ണന്റെ നാമാണ് കേട്ടോ പറയുന്നത്, വേറൊരു നാമല്ല, കൃഷ്ണന്റെ നാമം ഉച്ചരിക്കുമ്പോൾ എന്താണ് അവർക്ക് കൃഷ്ണന്റെ ബ്ലെസ്സിങ് കിട്ടുന്നു. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ ലോകഭാവനി മാതാജി ക്ലാസ് എടുത്തപ്പോ അതിൽ അജാമിളന്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ എന്താണ് കൃഷ്ണന്റെ, അതായത് നാരായണ എന്നുള്ളൊരു വാക്ക് വിളിയോട് കൂടിയിട്ട് എന്താണ് അദ്ദേഹത്തിന് യമദൂതന്മാരുടെ ഇതിൽ നിന്നും രക്ഷപ്പെട്ടു. അപ്പൊ കൃഷ്ണന്റെ നാമം എന്ന് പറയുന്നത് നമ്മളെ പിന്നെന്താ പറയാ ചിന്തകൾക്കും അപ്പുറമാണ്. അതിന്റെ നാമം രൂപം ആ നാമത്തിൽ തന്നെ ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്നാ പറയുന്നത്. നാമവും നാമിയും തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ നാമം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചൊല്ലുന്നത്, നാമി എന്ന് പറയുന്നത് ആരാണ്? ആരെയാണോ നമ്മൾ സ്തുതിക്കുന്നത് ആ വ്യക്തിയും നാമവും തമ്മിൽ എന്തില്ല, വ്യത്യാസമില്ല. അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഒരു കാര്യം നമുക്ക് ഭാവാർത്ഥത്തിൽ പറഞ്ഞു തരുന്നത്, കൃഷ്ണനെ മറന്ന് ജീവിക്കുന്ന വ്യക്തി രോഗിയാണ്. ഇങ്ങനത്തെ രോഗീനെ കുറിച്ചിട്ട് അപ്പൊ പറഞ്ഞത് നമ്മള് രോഗിയാണ്. അവർക്ക് എന്താണ് ഈ നാമം രുചിക്കാനും ഒന്നാമത് താല്പര്യം ഉണ്ടാവില്ല, കേൾക്കാനും താല്പര്യം ഉണ്ടാവില്ല, പറയാനും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ആര് മാറ്റിയിട്ടുള്ളത്? നമ്മുടെ ശ്രീല പ്രഭുപാദർ മാറ്റിയിട്ടുള്ളത്. അപ്പോഴും ശ്രീല പ്രഭുപാദർ പറയുന്നു, ഇത് അബദ്ധവശാലും ഒരു പ്രാവശ്യം ഈ നാമം ചൊല്ലിയാൽ മതി, എന്നാൽ അവര് പോലും എന്ത് ചെയ്യും, രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. ഈ നിത്യാനന്ദ പ്രഭു, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെയുള്ള പാർഷദനാണ്, അല്ലെങ്കിൽ ബലരാമൻ തന്നെ അവതാരം ആണ് ആര്യ നിത്യാനന്ദ പ്രഭു. അദ്ദേഹം നവദ്വീപിലായിരിക്കുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു അദ്ദേഹത്തോട് ഈ കൃഷ്ണനാമം പ്രചരിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പോൾ ബലരാമനാവുമ്പോൾ ഓട്ടോമാറ്റിക് മഹാപ്രഭുവിന്റെ ഉള്ളിൽ എന്താണോ നടക്കുന്നത്, മഹാപ്രഭു പറയുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉള്ളിൽ എന്താണോ നടക്കുന്നത് അതാർക്കും അറിയാം, നമ്മുടെ നിത്യാനന്ദ പ്രഭുവിനെ അറിയാം. അദ്ദേഹം ചെയ്തിരുന്നത് ദിവസം ഓരോ വീട്ടിലും ചെന്നിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഹരിനാമ സങ്കീർത്തനം ചൊല്ലൂ എന്ന് പറയുന്നതിന് മുന്നേ വീട് തുറക്കുമ്പോൾ ആളെ കാണില്ല, ഇയാൾ അവിടെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ടുണ്ടാവും. ഇയാളല്ല കേട്ടോ അദ്ദേഹം, നിത്യാനന്ദ പ്രഭു. നിത്യാനന്ദ പ്രഭു ചെയ്തിരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് എന്തിൽ നിന്നാ മനസ്സിലാക്കാൻ പറ്റുക? ചൈതന്യ ചരിതാമൃതം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഉണ്ട് കേട്ടോ, അതിൽ നിന്നാണ് നമുക്ക് ഈ നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ പറ്റുക. അപ്പൊ അതില് നിത്യാനന്ദ പ്രഭു ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ പുസ്തകം ഡിസ്ട്രിബ്യൂട്ട് ഒക്കെ ചെയ്യുന്നില്ലേ, അതും നമ്മളുടെ മഹാപ്രഭുവിന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു. അതില് 3 ശിഷ്യന്മാർ പ്രധാനമായിട്ടാണ് അവർ ആദ്യം ഈ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് ആരും ഫോളോ ചെയ്തിട്ടുള്ളത്, നമ്മളുടെ ശ്രീല പ്രഭുപാദരും ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മള് ഭഗവാനെ മറന്ന് ജീവിക്കുന്നതിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ ഭഗവാനെ അറിയാൻ പറ്റും? അതേമാതിരി നിങ്ങൾ ഇതേപോലെ ഓരോ ഭക്തന്മാരെ കാണുമ്പോഴും, പിന്നെ അതേപോലെ ഇപ്പോൾ ഈ മാതാജി സത്സംഗം ഇവിടെ നടക്കുന്നുണ്ട്, ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അല്ലേ. ഇവിടെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ അമൃതരസം അല്ലെങ്കിൽ ഈ രുചി എന്ന് പറയുന്നത് നമ്മൾ ആർക്കൊക്കെ കൊടുക്കണം? നിങ്ങളുടെ കൂടെയുള്ള, ആദ്യം നിങ്ങളുടെ വീട്ടുകാർക്ക് കൊടുക്കുക, പിന്നെ നിങ്ങളെ അടുത്തുള്ള ആൾക്കാർക്കും കൊടുക്കുക. മഹാപ്രഭു പറയാണ്, എൻ്റെ അടുത്ത് വലിയൊരു മാന്തോട്ടമുണ്ട്, ഈ മാന്തോട്ടത്തിൽ ഒരുപാട് രുചികരമായ മാങ്ങകളുണ്ട്, ഇത് എന്നെ കൊണ്ട് മാത്രം കൊടുത്തു തീർക്കാൻ എനിക്ക് പറ്റുന്നില്ല, ദയവ് ചെയ്ത് നിങ്ങളുടെ സഹായം കൂടെ വേണം. അപ്പൊ ഈ മാങ്ങ എന്ന് പറയുന്നത് എന്താണ്? ഹരിനാമമാണ്. ഹരിനാമത്തിന്റെ മഹത്വമാണ് ഈ മാങ്ങ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ നാമം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒറ്റയ്ക്ക് കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെയും കൂടെ എന്ത് വേണം, സഹായം വേണം എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ മഹാപ്രഭു പറയുന്നത്. പിന്നെ കൃഷ്ണനെ മറന്ന് ജീവിക്കുക എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് നമ്മളുടെ ശരിക്കും സ്വരൂപത്തിലുള്ള നമ്മുടെ അവസ്ഥയുണ്ട്. ആ അവസ്ഥയില് കൃഷ്ണനാമം എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് വീട്ടില് ഒരു 10 ദിവസം വെറുതെ ഇങ്ങനെ കിടക്കാനും സാധിക്കുമോ? ബെഡില് ഇല്ല അല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലേ. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യുക? ഒന്നില്ലെങ്കിൽ വീട് തൂക്കും,
എന്തെങ്കിലും വെച്ചുണ്ടാക്കും. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കർമ്മനിരതനാണ് അല്ലെ ഈ മനുഷ്യന്മാരുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പൊ ശിലപ്രഭാതകൻ നമുക്ക് പറഞ്ഞു തരാണ് ഓരോരുത്തരുടെയും സ്വരൂപാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഭൗതികതയിലല്ല, നമുക്ക് ആത്മീയമായിട്ട് ഒരു അവസ്ഥയുണ്ട്. അതാണ് ജീവേര സ്വരൂപ ഹോയ് കൃഷ്ണേര നിത്യദാസ. കൃഷ്ണന്റെ നിത്യദാസന്മാരാണ് നമ്മൾ എന്നുള്ള ഒരു അവബോധം നമ്മളിലേക്ക് എത്തിക്കുക, അത് ഉണ്ടാവുക എന്നതാണ് ഓരോ അത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ആര് പറഞ്ഞു തരുന്നത്? ശീല പ്രഭുപാദര് പറഞ്ഞു തരുന്നത്. അപ്പൊ എന്താണ്? കൃഷ്ണന്റെ ആരാണ്? നിത്യദാസന്മാരാണ്. നമ്മളിവിടെ ആരുടെ ദാസന്മാരാണ്? നിങ്ങളെ ഭർത്താവിന്റെ അല്ലെ കുറെ കഴിയുമ്പോൾ കുട്ടികളുടെ ദാസന്മാരാവുന്നത്, കുട്ടികളെ കഴിയുന്നത്. അപ്പൊ നമ്മൾ അതൊന്നുമല്ല നമുക്ക് വേണ്ടത്. അപ്പൊ ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. ശിലപ്രഭാതര് ഓരോ ഭാവാർത്ഥവും നമ്മളെടുത്ത് വായിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ഒരു ഭാവാർത്ഥം വായിച്ചാൽ മതി, അതിലുണ്ടാവുന്ന പറയുന്നത്. അപ്പൊ ഇതിൽ പറയാണ് ജീവേര സ്വരൂപ ഹോയ് കൃഷ്ണേര നിത്യദാസ. ബാക്കിൽ ആരും ഒന്നും പറയുന്നില്ല. കൃഷ്ണന്റെ നിത്യദാസന്മാരാണ് നമ്മളെന്ന് പറയുന്നത്. അത് മറന്നു പോയാല് നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാവരും കർമ്മനിരതരാണ് അല്ലെ. നമ്മളുടെ കർമ്മം ആർക്കപ്പോൾ ചെയ്യണം? ഭഗവാന് വേണ്ടി ചെയ്യണം. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തി അധോക്ഷജ അഹൈതുക്കി അപ്രതിഹത എ ആത്മാ സുപ്രസിദ്ധ. അതായത് നമ്മളുടെ കർമ്മം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്? ആരെ എന്താ പറയാ പ്രീതിപ്പെടുത്താൻ നമ്മൾ ചെയ്യണം? ഭഗവാൻ കൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യണം. ചെറുതായിക്കോട്ടെ കുഴപ്പമില്ല, പൂമാല കെട്ടുക, പിന്നെന്തൊക്കെയാണ് ഇവിടെ നമ്മള് ഇതിപ്പോ സത്സംഗം നടത്തുമ്പോൾ എല്ലാം ഇവിടെ സംസാരിക്കുന്നതും കൃഷ്ണനെ കുറിച്ചിട്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ ഇവിടെ ഓരോരുത്തരും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷ്ണന്റെ പ്രവർത്തനത്തിൽ എങ്ങനെ മറ്റുള്ളവരെയും കൂടി ഉൾപ്പെടുത്താം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഓൾറെഡി എന്താണ് ഈ മാല ജപിക്കും. അപ്പൊ ഈ മാല ജപത്തിന്റെ രുചി എന്താന്ന് രുചി മനസ്സിലായിട്ടില്ലെങ്കിലും അത് എന്തിനാണ് ചെല്ലുന്നത് എങ്കിലും നമുക്ക് കുറച്ചെങ്കിലും അറിയാം. അത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. എപ്പോഴും ശിലപ്രഭുപാദര് പറയുന്നു നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ചക്രമുണ്ട്. അതായത് ജനനം മരണം അങ്ങനെയുള്ള ആ ഒരു ആവർത്തന ഘട്ടമുണ്ട്. ഈ ആവർത്തന ഘട്ടം ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആരെ കൂട്ടുപിടിക്കണം? ശ്രീകൃഷ്ണ ഭഗവാനെ കൂട്ടുപിടിക്കണം. ആ കൂട്ടുപിടിക്കുന്ന രീതിയാണ് ഏതിലും നമുക്ക് പറഞ്ഞു തരുന്നത്? ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ. അപ്പൊ ഭൗതിക ലോകത്തില് പിന്നെ അവിദ്യനെ കുറിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത് നമുക്ക്. എന്താണ് അവിദ്യ? ഈ അവിദ്യ എന്ന് പറഞ്ഞാല് ഇവിടെ ഓരോരുത്തരും വന്നിരിക്കുന്നുണ്ട് അല്ലെ. ഓരോരുത്തർക്കും ഓരോരോ പ്രതീക്ഷകളാണ്. ഈ പ്രതീക്ഷകള് തെറ്റാണെന്ന് അറിഞ്ഞാലും തെറ്റായ പ്രതീക്ഷകളിൽ നിന്ന് വീണ്ടും ശരിയാവും എന്ന് വിചാരിച്ചിട്ട് ഇവരിങ്ങനെ ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു ഭാര്യനെ സംബന്ധിച്ചിടത്തോളം എന്നെ ഭർത്താവ് രക്ഷിച്ചോളും എന്നാണ് ചിന്ത. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എന്നെ അമ്മ രക്ഷിച്ചോളും. കുട്ടികളെ ചിലപ്പം കുറെ കഴിഞ്ഞാൽ മനസ്സിലാക്കും ഇതിനും മീതെ അച്ഛനെക്കാട്ടിലും വലിയൊരാളുണ്ട്, അതാണ് കൃഷ്ണൻ അല്ലെ. ഭാര്യമാരും അത് മനസ്സിലാക്കും. അത് മനസ്സിലാക്കുമ്പോ അവിദ്യ കൊണ്ട് നിറഞ്ഞ ഒരാളുണ്ടായിരിക്കും, അതാണ് ഭർത്താവ്. അതെന്ത് ചെയ്യും? അവിദ്യ ഒക്കെ കൂടിയിട്ട് ഭാര്യമാരെ മേത്തേക്ക് നീ എങ്ങോട്ടാ പോകുന്നത്? ഞാനാണ് നിന്നെ സംരക്ഷിക്കുക. കുറെ കഴിയുമ്പോ അയാൾക്കും വെളിവാകും. അതെങ്ങനെയാ വെളിവാകുക? ഈ ഭാര്യയുടെ ആത്മാർത്ഥ പരിശ്രമം, മക്കളുടെ ആത്മാർത്ഥ പരിശ്രമം എന്തിനു വേണ്ടിയിട്ട്? ഭഗവാൻ കൃഷ്ണന് വേണ്ടി ഇങ്ങനെ പ്രയത്നിക്കുമ്പോ ഭർത്താവ് വിചാരിക്കും, ഓ ഞാനിപ്പോ ചീത്ത പറഞ്ഞിട്ടൊന്നും ഇവിടെ ഒന്നിലും നിൽക്കണില്ല, അവിടെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, പിന്നെ ഞാനിവിടെ ഇങ്ങനെ എന്താണ് കഷ്ടപ്പെട്ട് ചിന്തിക്കുകയാണ് എങ്ങനെ ഞാൻ നാളേക്ക് ഉണ്ടാകും. ഇവിടേക്ക് ആ ഒരു ചിന്തയൊന്നുമില്ല, ഇവിടെ സദാ ഹാപ്പിയാണ്. അങ്ങനെ ആ ഒരു ചിന്ത ആരെങ്കിലും വരും? ഭർത്താവിലും വരും. അപ്പോ ഭർത്താവും ഇതിന്റെ ട്രിക്ക് എന്താണ് പതുക്കെ അന്വേഷിച്ചു വരും. ചിലപ്പം ഭാര്യനോടൊന്നും ചോദിക്കില്ല, ഇവിടെ വേറെ രണ്ടപ്പുറത്തുള്ള ചിലപ്പോൾ വേറെ ഡിസ്ട്രിക്റ്റിലുള്ള ഇസ്കോൺ സെന്റർ ഉണ്ടാവും, അവിടെയൊക്കെ പോയി അന്വേഷിച്ച് പിടിക്കും. ജയസാക്ഷി പ്രഭു ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്, പ്രഭുവിന്റെ അടുത്ത് അങ്ങനെ പരസ്യമായിട്ട് ഓൺലൈനിൽ വന്നിട്ടുള്ളത് തന്നെയാണ്. ഒരു ചേച്ചി, ഒരു മാതാജി പ്രഭുവിന്റെ അടുത്ത് അതേമാതിരി വന്നു, ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്യലുണ്ട്. അപ്പൊ ഭാര്യയ്ക്കും ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ ഭാര്യ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയി മാറി. അതേ സമയത്ത് ജയസാക്ഷി പ്രഭുവിന് ഓൺലൈൻ ക്ലാസ്സിൽ ഒരാൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒരു പുരുഷനാണ്, ഒരു പ്രഭുവാണ്, അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ കുറെ കഴിഞ്ഞിട്ടാണ്, 2-3 വർഷം കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത് ഈ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. പക്ഷെ രണ്ടാളും ഇപ്പൊ കൃഷ്ണന്റെ കാര്യം ചെയ്യുമ്പോൾ ഹാപ്പിയാണ്. അങ്ങനെ ഒരു പ്രാവശ്യം സത്സംഗം വെച്ചപ്പോൾ ഇവർ രണ്ടാളും
കാണുന്നു. നീ എങ്ങനെ ഇവിടെ, നീ എങ്ങനെ ഇവിടെ, അങ്ങനെ രണ്ടാളും ഒരുമിച്ചു എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത് നമ്മൾ ചിലപ്പം പറഞ്ഞാൽ ഇതൊന്നും അംഗീകരിക്കില്ല. അതൊക്കെയാണ് എന്ത് പറയുന്നത്, അവിദ്യ എന്ന് പറയുന്നത്. എന്താണ് അവിദ്യ? കൃഷ്ണനെ മറന്ന് ജീവിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, അവിദ്യ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ശ്രീല പ്രഭുപാദര് പറയാണ് 4 കൂട്ടം ആൾക്കാരെ കൃഷ്ണൻ തന്നെ പറയാണ് എന്നെ സമീപിക്കില്ല എന്ന് പറയുന്നുണ്ട്. അവരെയാണ് എന്ത് പറയുന്നത്, 4 കൂട്ടം ദുഷ്കൃതികൾ എന്ന് പറയുന്നുണ്ട്. അതാണ് പറയുന്നത്. അതിലൊരു ശ്ലോകം ഉണ്ട് കേട്ടോ, 7:15. നമാം ദുഷ്കൃതിനോ മൂഢ പ്രബദ്ധ്യന്തേ നരാധമ മായയ അപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിതം. അവിദ്യനെ കുറിച്ചിട്ട് കുറെ കാര്യം പറയണ്ട. കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോ കയറുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമാം ദുഷ്കൃതിനോ, അതായത് 4 തരം ദുഷ്കൃതികളുണ്ട്. മൂഢന്മാര്, നരാധമന്മാര്, പിന്നെന്താണ് മായയാൽ അപഹൃത ജ്ഞാന, അതായത് ജ്ഞാനം കൂടിയിട്ട് അതൊക്കെ മായയാല് മൂടപ്പെട്ടിട്ടുള്ള ഒരവസ്ഥ. പിന്നെ ആസുരഭാവത്തിലുള്ള ആൾക്കാര്. ആരൊക്കെയാണ് പറയുന്നത്? മൂഢന്മാര്, നരാധമന്മാര്, മായയാൽ അപഹൃത ജ്ഞാന, പിന്നെ ആസുരൻ. അങ്ങനെ 4 കൂട്ടം ആൾക്കാര് ആരടുത്തേക്ക് വരില്ല, ഭഗവാന്റെ അടുത്തേക്ക് വരില്ല. ഓക്കെ, മൂഢന്മാര് പറയുന്നത് ഓൾറെഡി അറിയാം. മാതാജി ക്ലാസ്സിൽ നമ്മുടെ ശ്യാമളാരിപ്പഴി ശ്ലോകം എടുത്തിട്ടുണ്ട്. മൂഢന്മാര് പറഞ്ഞെന്താണ്, ഒന്നിനെയും വിശ്വസിക്കില്ല, എന്നാ പൊട്ടത്തരേ ചെയ്യുള്ളൂ, അങ്ങനെയുള്ള ആൾക്കാര്. ഭഗവാനെയും വിശ്വസിക്കില്ല ആ കൂട്ടര്. പിന്നെന്താ പറയുന്നത്, നരാധമന്മാര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മനുഷ്യരിൽ അഥമ നീച പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആൾക്കാര്. ഇനി ഒരു കൂട്ടം ആൾക്കാർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് കേട്ടോ. മായയാൽ അപഹൃത ജ്ഞാന എന്ന് പറഞ്ഞാല് അവർക്ക് ജ്ഞാനം ഉണ്ട് ഒരുപാട്. ആ ജ്ഞാനം കൊണ്ട് അവരുടെ അറിവിനെ എന്ത് ചെയ്തു, മൂടപ്പെട്ടിരിക്കും. അവിടെ പ്രധാനമായിട്ട് അഹങ്കാരാണ്. ഈ അഹങ്കാരം ഇവർക്ക് ഇങ്ങനെ വർദ്ധിച്ചു. ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ ടീച്ചറാണ്. അതിലവിടെ അവിടെ ഇങ്ങനെ നിൽക്കും, എവിടെയും വരില്ല. പിന്നെ ആസുരം എന്ന് പറഞ്ഞാൽ ആസുരിക സ്വഭാവം. എന്തൊക്കെയാണ്, തമോ ഗുണം രജോ ഗുണം കൂടിയിട്ടുള്ള ഒരു സ്വഭാവം അല്ലേ. നമ്മളെ ശാസ്ത്രത്തിൽ നോക്കിയാൽ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കിട്ടും. അവരൊക്കെ ഭഗവാൻ എതിരായിരുന്നു അല്ലെ. നിന്റെ ഒരു വിഷ്ണു ഇതൊക്കെയല്ലേ പറഞ്ഞിട്ടായിരുന്നു ആരോട്, പ്രഹ്ലാദനോട്. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഈ അവിദ്യനെ കുറിച്ചിട്ടാണ് കുറെ കാര്യങ്ങള് നമ്മളുടെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചുരുക്കി പറയാം. പിന്നെ അതേപോലെ അവിദ്യയിൽ പ്രധാനിയാണ് നമ്മളെ പ്രഭുപാദർ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഒരു അവിദ്യ നിറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ കാര്യം പറയാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളുടെ രാജ്യത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം എന്താണെന്ന് പറഞ്ഞിരുന്നത് ശ്രീല പ്രഭുപാദര്, ഹരിയുടെ നാമം. അതായിരുന്നു ആദ്യകാലങ്ങളിൽ അല്ലെ. പരീക്ഷിത് രാജാവ് ആരായിരുന്നു? അദ്ദേഹം രാജഋഷിയായിരുന്നു, കൃഷ്ണന്റെ ഉത്തമ ഭക്തനായിരുന്നു അല്ലെ. പിന്നെ ആരുണ്ടായിരുന്നത്? യുധിഷ്ഠിരൻ. അങ്ങനെ പിന്നെ ആശ്രമഗുണത്തിൽ ഉണ്ടെങ്കിലും പിന്നെ ആരാണ്? മഹാബലി അല്ലെ. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്നും പോണ്ട. അങ്ങനെ ഒരുപാട് പോയാല് എത്ര മണി വരെ? 12:30 വരെയാണ്. അതെ, നോക്കി എന്റെ കഴിഞ്ഞിട്ടില്ല. 12:30. പിന്നെ നോക്കാട്ടോ, പ്രശ്നം പിടിച്ച പരിതസ്ഥിതികള് വഹിക്കാന് ആരാണ് ഇങ്ങനെ പിന്നെന്താ പറയാ, ഈ രാജ്യം ഭരിക്കുന്ന ഒരു വ്യക്തിയെ അവിദ്യയാലാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്കും എന്തായിരിക്കും? ദുരിതം തന്നെയായിരിക്കും, പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. അപ്പോ മെയിൻ ആയിട്ടുള്ള ആ ഒരു പ്രശ്നത്തെ നമ്മള് മറികടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നിപ്പോ ശിക്ഷാഷ്ടകം ചൊല്ലില്ലേ. ആ ശിക്ഷാഷ്ടകത്തിൽ എന്താ പറയുന്നത്? ചേതോദർപ്പണമാർജനം ഭവമഹാ ദാവാഗ്നി നിർവാപണം. അതായത് ആ മനസ്സ് എന്താണ്, ഇങ്ങനെ പൊടിപടലങ്ങളായിട്ട് അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. അതിങ്ങനെ അടിച്ചു വാരി മാർജനം ചെയ്താൽ മാത്രമാണ് അവിടെ ആര് വരികയുള്ളൂ? ശ്രീകൃഷ്ണ ഭഗവാൻ വരികയുള്ളൂ. അപ്പൊ മായയെ കുറിച്ചിട്ട് ശ്രീല പ്രഭുപാദര് ഒരു കാര്യം കോട്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ടാണ് കൃഷ്ണനിലേക്ക് പോകുന്നത്. കൃഷ്ണ സൂര്യ സമ മായാഹയ അന്ധകാര യാഹാൻ കൃഷ്ണ താഹാൻ മായാര അധികാര. അങ്ങനെ പറഞ്ഞാല് കൃഷ്ണൻ സൂര്യനെ പോലെയാണ്. അവിടെ എന്തില്ല? മായയ്ക്ക് അധികാരമില്ല. പിന്നെന്താണ്? യാഹാൻ കൃഷ്ണ, എവിടെയാണോ കൃഷ്ണനുള്ളത് അവിടെ ആർക്ക് അധികാരമില്ല? മായയ്ക്ക് അധികാരമില്ല. ഓക്കെ, മായ എന്തിനെ പോലെയാണ്? അന്ധകാരത്തിനെ പോലെയാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ മഹദാവാഗ്നി നിർവാപണം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഭക്തിയുടെ രീതിയില്, അതായത് ഭക്തിയുടെ ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ. ഇതാണ്
ഭക്തിയുടെ 9 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. നവവിധ ഭക്തിയല്ല, ഭക്തിയുടെ 9. ഭക്തിയിൽ തന്നെ 9 ഘട്ടങ്ങളല്ലേ. ഈ ഘട്ടങ്ങളിലൂടെ പോയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ എവിടേക്ക് എത്തുക? പ്രേമഘട്ടത്തിലേക്ക് എത്തുക. അതായത് ഏറ്റവും വലിയ ഉത്കൃഷ്ടമായ ഭക്തി എന്ന് പറയുന്നത് ശ്രീമതി രാധാറാണിക്ക് ഭഗവാനോടുള്ള ഭക്തിയാണ്. ആ ഭക്തിഭാവം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, ആ ഭക്തി എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ആര് കലിയുഗത്തിൽ അവതരിച്ചത്? ചൈതന്യ മഹാപ്രഭു ഈ യുഗത്തിൽ അവതരിച്ചത്. അപ്പോ ഭക്തി നമ്മളുടെ ആ ഒരു ടോപ്പ് മോസ്റ്റ് ഭക്തിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ പടികൾ കടന്നു പോകണം. അതാണ് ആദ്യം ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്രദ്ധ പറഞ്ഞ എന്താണ്? നമുക്ക് വിശ്വാസം വേണം. അത് കഴിഞ്ഞാൽ സാധുസംഘം. സാധുസംഘം എന്ന് പറഞ്ഞാല് ഇതും ചെറിയൊരു സാധുസംഘം തന്നെയാണ്. അതായത് എല്ലാവരും എന്താണ്, ഭഗവാനോട് താല്പര്യമുള്ള ആൾക്കാർ വന്നിരിക്കുന്നു, ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതല്ലാതെ വേറെ വേറെ വലിയ വലിയ സന്യാസിമാര്, പിന്നെ ബ്രഹ്മചാരിമാര്, ഇവരുടെയൊക്കെ സംഘങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ എടുക്കണം. നമ്മൾ അത് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ ഉള്ളിലെ ശുദ്ധീകരണം നടക്കും. ഇപ്പൊ സാധു സംഘത്തിന് പ്രധാനമുണ്ട്. അത് കഴിഞ്ഞാൽ എന്താണ്? ഭജനക്രിയ. ഭജനക്രിയ എന്താണ്? നമ്മള് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇങ്ങനെ ഈ നാമം ചെല്ലുമ്പോൾ അതിനൊരു നിഷ്ഠ വേണം. അതിനൊരു എന്താ പറയാ, നമ്മളിലൊരു പിന്നെ സമയമൊക്കെ വെച്ച് ചെല്ലുമല്ലോ, എന്തിനു പറയാ? നിഷ്ഠ. ടൈം. ചില ഇപ്പൊ സ്കൂളിലുള്ള എല്ലാ ആൾക്കാരും 3:30 മണിക്ക് എണീക്കും. എന്നിട്ട് എന്താണ്, 4:30 മണിയോട് കൂടി ചാൻഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ മംഗളാരതി അങ്ങനെയൊക്കെ ചെയ്തു വരുന്നത്. അപ്പൊ നമ്മൾ അതിനൊരു ചിട്ടപ്പെടുത്തണം. അത് ഈ ഭജനക്രിയയില് നമ്മൾ കുറച്ചും കൂടി രുചിയൊക്കെ വരും. രുചിയില്ല, അത് ഇങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ എന്തിലേക്ക് വരും? നമ്മളെ നിഷ്ഠയിലേക്ക് വരും. ഈ നിഷ്ഠ അങ്ങനെ മുറുകി വരുമ്പോൾ നമുക്ക് നാമത്തിന് രുചി വരും. നാമത്തിന്റെ രുചി എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു ജപമാല ജപിച്ചാൽ വീണ്ടും അടുത്തത് ചെല്ലാൻ തോന്നും. അവിടെ നമ്മൾ കുട്ടി കരഞ്ഞോ പട്ടി കരച്ചോ അതൊന്നും നോക്കില്ല. നമ്മള് മാല ചെല്ലണം എന്ന് മാത്രമായിരിക്കും ലക്ഷ്യം. അത് കഴിഞ്ഞാൽ എന്താണ്? ആസക്തി. ആ രുചി വന്നു കേട്ടോ. നാമത്തിനോട് രുചി കഴിഞ്ഞാല് ആസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ നാമം നമ്മളിൽ തന്നെ ആരോട് പ്രേമം ഉണർത്തും? ഭഗവാനോട് ഒരു പ്രത്യേക ആകർഷണം തോന്നിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആസക്തിയോട് കൂടിയിട്ട് ചെല്ലും. അവിടെയും തന്നെയാണ് പറയുന്നത്. അത് കഴിഞ്ഞാലാണ് ഭാവ സ്റ്റേജിലേക്ക് വരുന്നത്. ഭാവ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ ഒരു ശ്ലോകം ഫസ്റ്റ് പറഞ്ഞില്ലേ, എന്താണ്? ജീവേര സ്വരൂപം കൃഷ്ണേര നിത്യദാസ. ഇതിങ്ങനെ മൈൻഡിൽ അച്ചിട്ട പോലെ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ കൃഷ്ണന്റെ ആരാണ് എന്നുള്ള ചിന്ത നമ്മളെ ഇങ്ങനെ വേട്ടയാടല്ല, നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഒരു ഭാവ സ്റ്റേജില്, ഈ ഭാവ സ്റ്റേജില് നമുക്ക് ശാസ്ത്രങ്ങളിൽ പറയാൻ പറ്റുന്നത് 5 തരത്തിലുള്ള രസങ്ങളുണ്ട് എന്നാ പറയുന്നത്. ഇപ്പൊ യശോദാമ്മയ്ക്ക് കണ്ണനോടുള്ള ഒരു ഭാവം അമ്മയുടെ ഭാവമാണ്. അത് സ്പോണ്ടേനിയസ് ആയിരിക്കും. ഭാവ സ്റ്റേജിൽ നമ്മളെത്തിയാല് നമ്മൾക്ക് ഭഗവാനെ അങ്ങ് വിട്ടു നിർത്താൻ പറ്റില്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. എന്താ പറയാ, ഇപ്പൊ രാധാകൃഷ്ണ ശ്രീമതി രാധാറാണി ആണെന്നുണ്ടെങ്കിൽ വേറെ ആരെയും നോക്കില്ല, ശ്രീകൃഷ്ണ ഭഗവാൻ. എന്താ പറയാ, വ്യവസായാത്മിക ബുദ്ധി എന്നൊക്കെ നമുക്ക് ശ്രീമദ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരുന്നുണ്ട് എന്നതുപോലെ. അതേപോലെ യശോദാമ്മയുടെ ഭാവമാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ചോറ് കൊടുത്തില്ല, ആ കുട്ടിക്ക് മാമ കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല. ഈ ഒരു ചിന്ത മാത്രമായിരിക്കും ആർക്കുണ്ടാവുക? ആ ഒരു ഭക്തനുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഭക്തയ്ക്ക് ഉണ്ടായിരിക്കുക. പിന്നെയാണ് ലാസ്റ്റ് പ്രേമം. ഭാവ സ്റ്റേജ് കഴിഞ്ഞാലാണ് എന്ത് പറയുന്നത്? പ്രേമ സ്റ്റേജിൽ പറയുന്നത്. പ്രേമ സ്റ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള അതാണ്. അതിലും പ്രേമ സ്റ്റേജിലും പറയുന്നുണ്ട് വൈകുണ്ഠത്തിലെ പിന്നെ പട്ടറാണികൾ, അതായത് വിഷ്ണുവിന്റെ രാജ്ഞിമാരുടെ പ്രേമവും പറയുന്നുണ്ട്, വൃന്ദാവനത്തിലെ സഖിമാരുടെ പ്രേമവും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം ഭക്തിയുടെ ഈ 9 തലങ്ങളില് ഏറ്റവും എന്താണ് അനർത്ഥ നിവൃത്തി എന്ന് പറയുന്നത്. അനർത്ഥ നിവൃത്തി എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ലേ, അത് പറഞ്ഞില്ല അല്ലെ. ഭജനക്രിയ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഓരോ ദോഷങ്ങളും അല്ലെങ്കിൽ ഓരോ പാപങ്ങളും ഇല്ലാതായി വരും. അങ്ങനെ എന്തിലേക്കും നമ്മൾ വരും? അനർത്ഥ നിവൃത്തി എന്നാണ് ആ ഒരു സ്റ്റേജിനെ പറയുക. അപ്പൊ പാപങ്ങൾ ഇല്ലാതെയാവുമ്പോഴാണ് നമുക്ക് എന്തും വരിക? നാമം ചെല്ലാനുള്ള രുചി, നാമം ചെല്ലാനുള്ള ആ ഒരു നിഷ്ഠയിലേക്ക് അടുത്തതായിട്ട് വരിക. ഓക്കെ, അനർത്ഥ നിവൃത്തി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. എങ്ങനെയാണ് ഇത് അനർത്ഥ നിവൃത്തിയും ഈ ശ്ലോകവുമായി കണക്ട് ചെയ്യുന്നത്? അവിദ്യ എന്ന് പറയുന്ന ആ ഒരു മഞ്ഞപ്പിത്ത രോഗം എന്തിനേക്കാണ് പ്രഭുപാദർ ഉപമിച്ചിരിക്കുന്നത്? അവിദ്യ. ഈ അവിദ്യ എങ്ങനെയാണ്? രുചി ഇല്ലെങ്കിലും എന്താണ് പറയുന്നത്? നിങ്ങൾ ആദരവോടുകൂടി ഭഗവാന്റെ നാമം നിരന്തരം ചൊല്ലുമ്പോൾ എന്തായിട്ട് വരും? നിങ്ങൾക്ക് രുചി അത് താനെ വരും. മനസ്സിലായോ?
അപ്പോ കൽക്കണ്ടത്തിന്റെ രുചി എപ്പോഴാ മനസ്സിലാവുക നമുക്ക്? മഞ്ഞപ്പിത്തം മാറുമ്പോൾ. അപ്പൊ ഈ അവിദ്യ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ വീണ്ടും എങ്ങനെയാണ് ഇനി കൃഷ്ണന്റെ ആ ഒരു അമ്പലം ഒന്നും കൂടി ദർശിക്കണം, കൃഷ്ണന്റെ ഭക്തന്മാരുടെ അടുത്തേക്ക് ഒന്നുകൂടി പോകണം എന്നൊക്കെ ഒരാൾക്ക് എപ്പോഴാ തോന്നുക? ആ നാമത്തിനോട് രുചി ഉണ്ടാകുമ്പോഴാണ്, ആ നാമത്തിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോഴാണ്. അതാണ്. അപ്പൊ ഈ അനർത്ഥ നിവൃത്തി പറയുന്ന ശ്ലോകമാണ് ഇത്, ഈ ഒരു ശ്ലോകം. ഓക്കെ. പിന്നെ ഇതില് ഒരു കാര്യം പറയുന്നത് ഭഗവാന്റെ ശുദ്ധ നാമത്തിനെ കുറിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു നാമവും നാമിയും തമ്മിൽ എന്തില്ല, വ്യത്യാസമില്ല എന്ന് പറയുന്നത്. അപ്പൊ നാമം ഏതാ ഒന്ന് പറഞ്ഞ എല്ലാവരും? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ശക്തി പോരാ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അപ്പൊ ഈ നാമത്തിന് അതിശക്തമായിട്ടുള്ള, അതായത് അത്രയും പവർ എന്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു? ഈ നാമത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ നാമത്തിൽ അത്രയും പവർ ഭഗവാൻ നിക്ഷേപിച്ചിരിക്കുന്നത്? ഈ കലിയുഗത്തിലെ ആൾക്കാർ അത്രയും മൂഢന്മാരാണ് എന്ന് ആർക്ക് മനസ്സിലായി? വ്യാസഭഗവാന് മനസ്സിലായി. വ്യാസഭഗവാൻ എന്തിൽ എഴുതിയിട്ടുണ്ട്? വ്യാസദേവൻ എന്തിൽ എഴുതിയിട്ടുണ്ട്? ഭാഗവതത്തിൽ എഴുതിയിട്ടുണ്ട്. അതെ, കലോസ്മിൻ യുഗേജനെ മന്ദസുമന്ദമതയോ മന്ദഭാഗ്യ ഉപദ്രവം എന്നൊക്കെ ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ജനിക്കുന്നതിന് 5000 വർഷം മുന്നേ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഈ നമ്മള് മൂഢന്മാരാണ്, നമ്മൾക്ക് ഓർമ്മയില്ല, ഭാഗ്യമില്ല. അപ്പൊ ഈ നാമത്തില് ഭഗവാൻ എന്തൊക്കെ ശക്തിയാണോ ഉള്ളത് ആ ശക്തികളെല്ലാം തന്നെ എന്തില് നിക്ഷേപിച്ചിട്ടുണ്ട്? ഈ നാമത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദര് വീണ്ടും വീണ്ടും നമ്മളോട് പറയുന്നത് ഹരിയുടെ നാമം മാത്രം, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം നിങ്ങൾ ജപിച്ചാൽ മതി. നിങ്ങൾക്ക് വേറെ അതായത് വേറെ ആരുടെ ഗുരുവിന്റെ സംരക്ഷണത്തില് ഹരിയുടെ നാമം ജപിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ആര് കൊണ്ടുപോയിക്കോളും? ഭഗവാൻ തന്നെ നിങ്ങളെ ഗോലോകത്തിലേക്ക് എത്തിച്ചുകൊള്ളും എന്നാ പറയുന്നത്. അത് എങ്ങനെ, ഏത് രുചിയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യണം? അതാണ് നമ്മളിവിടെ പ്രേമധ്വനി ഒക്കെ ചെല്ലുമ്പോ എന്താ പറയുന്നത്? നാമാചാര്യ ശ്രീല ഹരിദാസ് ഠാക്കൂർക്ക് ജയ എന്ന് പറയുമ്പോ എന്താണ്? ആ ആചാര്യന്റെ ബ്ലെസ്സിങ്ങും ഇവിടെ കൂടിയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ അതേപോലെ ഒരു കാര്യം കൂടെ പറയാണ്. നമ്മുടെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞാല് ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിലാണ് വന്നിട്ടുള്ളത്. എന്താ ശ്രീമതി രാധാറാണിക്കുള്ള പ്രത്യേകത? പിന്നെ രാധാറാണി എന്ന് പറയുന്നത്, രാധാറാണിക്ക് ഭഗവാനെ സേവിക്കാനുള്ള അവസരം അതുപോലും ആർക്ക് കൊടുക്കുന്നുണ്ട്? രാധാറാണിയുടെ കൂടെയുള്ള ഗോപികന്മാർക്കും കൊടുക്കുന്നുണ്ട്. അതായത് കൃഷ്ണാലേ ഗോവിന്ദാലോ ഗോവിന്ദാലോ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് മാനസി മാതാജി ക്ലാസ്സിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അവര് തൈര് വിൽക്കാനൊക്കെ പോയിണ്ടായിരുന്നത് ആദ്യം എവിടേക്ക്? മധുര അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ അവിടെ തൈരിന് പകരം രാത്രി ആയപ്പോ എന്താണ്? ഗോവിന്ദനെ എടുത്തോളൂ എന്നാണ് പറയുന്നത്. കാരണം പിന്നെ അവർക്ക് തൈരൊന്നല്ല കാണുന്നത്, ആരെയാണ് കാണുന്നത്? കൃഷ്ണനെ മാത്രമേ കാണുന്നുള്ളൂ. അതാണ് രാധാറാണിയുടെ ഭാവം. അപ്പൊ നമുക്ക് ആ രാധാറാണിയുടെ ഭാവത്തെ നമ്മൾ ചുരുക്കി കാണരുത്. നമ്മളും എന്താണ്, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രേമധനം, അതായത് ഗോലോകേര പ്രേമധനെ ഹരിനാമ സങ്കീർത്തന, അതാണ് ഗോലോകത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഗോലോകത്തിന്റെ പ്രേമം മുഴുവനും ഏത് നാമത്തിൽ നിക്ഷിപ്തമായിട്ടുണ്ട്? ഹരിയുടെ നാമത്തില്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഈ ഒരു നാമത്തിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ കിട്ടിയ പ്രേമം നമ്മളത് ബാക്കിയുള്ളവർക്കും കൊടുക്കുമ്പോഴാണ് ആര് സന്തുഷ്ടയാവുക? നമ്മളുടെ ഗുരുനാഥന്മാർ. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീല പ്രഭുപാദര് ഈ ഒരു നാമം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യവും ആയുസ്സും ഒന്നും നോക്കാതെ എവിടെ പോയിട്ടുള്ളത്? അമേരിക്ക, യൂറോപ്യൻ കൺട്രികളിലേക്ക് പോയിട്ടുള്ളത് അല്ലെ. എന്നിട്ട് അവിടെയുള്ള ആൾക്കാരാണ്, അവിടെയുള്ള സായിപ്പന്മാരാണ് ഇവിടെ ഇപ്പൊ എന്തായിട്ട് വന്നിട്ടുള്ളത്? ഓരോ ഗുരുനാഥന്മാരായി വന്നിട്ടുള്ളത്. അവർക്ക് അർപ്പണ മനോഭാവം ഉണ്ടായിരുന്നു. എന്റെ ഗുരുനാഥൻ പറയുന്നതാണ് എനിക്ക് അമൃത് എന്നുള്ള ഉത്തമ വിശ്വാസം ആർക്കുണ്ടായിരുന്നു? ഓരോ ഇപ്പൊ ഉള്ള സ്പോണിലെ ഓരോ ഗുരുനാഥന്മാർക്കും ഉണ്ടായിരുന്നു. ശ്രീല പ്രഭുപാദർ പറയുന്നു, നിങ്ങള് ഗുരുവിനെ സ്വീകരിക്കൂ, എന്നിട്ട് എന്താണ്, നിങ്ങളൊക്കെ എന്താണോ ഈ അമൃതമായിട്ട് കിട്ടിയിട്ടുള്ളത് അത് ബാക്കിയുള്ളവർക്കും കൊടുക്കൂ. അങ്ങനെയാണ് ഗുരു ശിഷ്യ പരമ്പര ബന്ധം എന്ന് പറയുന്നത്, ശിഷ്യബന്ധം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും എന്ത് വേണം? ഗുരുവിനെ സ്വീകരിക്കണം. സ്വീകരിക്കുമ്പോൾ മാത്രമാണ്, അതായത് ദീക്ഷ എന്ന് പറയുന്നത് ഭഗവാനും നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം പുനഃസ്ഥാപിക്കുന്നത് എന്തിലൂടെയാണ്? നമ്മള് ദീക്ഷ എടുക്കുമ്പോൾ, ഒരു ഗുരുവിനെ ഔപചാരികമായി എടുക്കുമ്പോഴാണ് നമുക്ക് ഭഗവാനുമായിട്ടുള്ള ഒരു ഉത്തമ ബന്ധം പുനഃസ്ഥാപിക്കാൻ പറ്റുന്നുള്ളൂ.
അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ പുനഃസ്ഥാപിച്ച ഈ ബന്ധം എന്ന് പറയുന്നത് ഇന്നും നാളെയും അങ്ങ് നമുക്ക് തട്ടി നീക്കാൻ പറ്റില്ല. നിങ്ങളെ ഇടയിൽ വെച്ച് മരിച്ചോ അതിനുശേഷവും നിങ്ങളെ കൊണ്ടുപോകാൻ ആര് വരും? ഗുരു വീണ്ടും ജനിക്കുന്നതാണ്. അപ്പോ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? നമുക്ക് വെറും ഹരിയുടെ നാമം നിങ്ങൾ കീർത്തിച്ചാൽ മതി. അതിൽ നിന്നും എന്ത് കിട്ടാം? നമ്മളുടെ ജനന മരണ ചക്രത്തിൽ നിന്ന് എന്ത് കിട്ടും? മോചനം കിട്ടും. പിന്നെ നമ്മളുടെ മഹാപ്രഭുവിനെ കുറിച്ചിട്ടാണല്ലോ ഇപ്പൊ പറഞ്ഞത്. മഹാപ്രഭു ഇതേപോലെ അദ്ദേഹം എവിടെയായിരുന്നു? ബനാറസിലാണ്. അതേതുണ്ട് ഓക്കെ. അതായത് തപന മിശ്രയുടെ വീട്ടില് ഇരിക്കുകയാണ്. സ്ഥലം ഓർമ്മയില്ല. തപന മിശ്രയുടെ വീട്ടില് മഹാപ്രഭു ഇരിക്കുന്ന സമയത്ത് അവിടെ രണ്ടാൾക്കാർ വരികയാണ്. അതായത് ചന്ദ്രശേഖരനും തപന മിശ്രയും ഓടി വന്നിട്ട് മഹാപ്രഭുവിനോട് പറയാം. തപന മിശ്രയുടെ വീട്ടില് മഹാപ്രഭു വിശ്രമത്തിന് വന്നതായിരുന്നു. അവിടെ 2 ആഴ്ച കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് സനാതന ഗോസ്വാമിക്ക് ശിക്ഷണം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തപന മിശ്രയും പിന്നെ അതേപോലെ തന്നെ ചന്ദ്രശേഖരനും ഓടി വന്നിട്ട് അദ്ദേഹം പറയാണ്, ഓടി വന്നിട്ട് പറയാണ്, ഞങ്ങൾ ഇനി ഞങ്ങളുടെ ശരീരം ഞങ്ങളെ ത്യജിച്ച് ഞങ്ങളുടെ ജീവൻ ഞങ്ങൾ ഇല്ലാതെയാക്കാൻ പോവുകയാണ് മഹാപ്രഭു. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കാൻ വയ്യ മഹാപ്രഭു എന്ന് പറഞ്ഞിട്ടാണ് ഓടി വരുന്നത്. തപന മിശ്രയും ചന്ദ്രശേഖരനും മഹാപ്രഭുവിന്റെ ഉത്തമ ഭക്തന്മാരാണ്. അപ്പൊ മഹാപ്രഭു എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, അങ്ങയെ കുറിച്ചിട്ട് ഒരു അദ്വൈത ആചാര്യൻ, അതായത് ഒരു മായാവാദി സന്യാസി അങ്ങയെ കുറിച്ച് തെറ്റായി സംസാരിക്കുന്നു. പ്രത്യേകിച്ച് എന്റെ ഗുരുനാഥനെ കുറിച്ചിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല പറഞ്ഞ അതിങ്ങനെ എന്താ പറയാ കരഞ്ഞോണ്ട് പറയുകയാണ്. അതേ സമയം തന്നെ അവിടെ ഒരു ബ്രാഹ്മണൻ വന്നിട്ട് മഹാപ്രഭുവിനോട് പറയാണ്, എന്റെ വീട്ടില് കുറച്ച് സന്യാസിവര്യന്മാര് വരുന്നുണ്ട്. അപ്പൊ താങ്കളും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാന് അതീവ സന്തുഷ്ടനായിരിക്കുമെന്ന് ഒരു ബ്രാഹ്മണൻ വന്ന് പറയുകയാണ്. അപ്പോ ഈ മഹാപ്രഭുവിനെ സംബന്ധിച്ചിടത്തോളം മഹാപ്രഭു സാക്ഷാൽ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് നമ്മുടെ കലിയുഗത്തിൽ അവതരിച്ചുള്ള. തപന മിശ്രയുടെയും ചന്ദ്രശേഖരന്റെയും ഈ മനസ്സ് ഇങ്ങനെ കലുഷമായ ദുഃഖം മാറ്റുന്നതിന് വേണ്ടിയിട്ട് മഹാപ്രഭു തന്നെയാണ് ആരെയും ഇവിടെ എത്തിച്ചിട്ടുള്ളത്? ഈ ബ്രാഹ്മണയെയും ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ബ്രാഹ്മണൻ പറയാണ്, എന്റെ വീട്ടില് എന്താണ് സന്യാസിമാര് വരുന്ന, ദയവ് ചെയ്ത് അങ്ങ് വന്നാല് എനിക്ക് കുറച്ചുകൂടെ സംതൃപ്തി ഉണ്ടാകുമെന്ന് ആര് പറഞ്ഞു? ഈ ബ്രാഹ്മണൻ വന്നു. അങ്ങനെ മഹാപ്രഭു അത് സ്വീകരിച്ചു. സാധാരണ മഹാപ്രഭു അങ്ങനെ പെട്ടെന്ന് സ്വീകരിക്കൊന്നുമില്ല. അവിടെ ആരാണ് വരുന്നതെന്ന് പോലും ആര് പറഞ്ഞില്ല? ഈ ബ്രാഹ്മണൻ പറഞ്ഞില്ല. അവിടെ മായാവാദി സന്യാസിമാരാണ് വരുന്നത്. അങ്ങനെ മഹാപ്രഭു ഈ കാര്യം സ്വീകരിച്ചിട്ട് അങ്ങനെ പോകും. അവിടെ പോകുമ്പോൾ ഒരുപാട് ബനാറസിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് മായാവാദി സന്യാസിമാരുണ്ട്. അവരുടെ നേതാവാണ് പ്രകാശാനന്ദ സരസ്വതി എന്ന് പറയുന്നത്. അദ്ദേഹം ഉണ്ട് അവിടെ. അപ്പൊ ഇദ്ദേഹം വന്ന് ചെന്നപ്പോ തന്നെ എന്ത് ചെയ്തു? മഹാപ്രഭു കാല് കഴുകിയിട്ട് മഹാപ്രഭു അവരോട് വിനയാന്വിതനായി നമസ്കരിച്ചിട്ട് അവിടെ തന്നെ ഈ കാല് കഴുകി ഈ സ്ഥലത്ത് തന്നെ ഇരിക്കും. അപ്പൊ കാല് കഴുകുക എന്ന് പറയുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ അവിടെ വെള്ളമൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ പ്രകാശാനന്ദ ചോദിക്കും, എന്തിനാ താങ്കൾ അവിടെ ഇരിക്കുന്നത്? ഇങ്ങോട്ട് ഇരിക്കൂ പറയും. അപ്പോൾ ഇദ്ദേഹം അത്രയും വിനയത്തോട് കൂടിയിട്ട്, നിങ്ങളൊക്കെ ഉയർന്ന ആൾക്കാരല്ലേ, ഞാൻ പാവം, ഞാൻ വിശ്വരപുരിയിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? ദീക്ഷ എടുത്തിട്ടുള്ളത്. നിങ്ങളൊക്കെ ഉയർന്ന വലിയ വലിയ വേദാന്തികളാണ്, ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറയും. അപ്പൊ പ്രകാശാനന്ദ സരസ്വതി എന്നിട്ട് കുറച്ചും കൂടി നല്ലൊരു സ്ഥലത്തേക്ക്, ആ ഒരു വെള്ളം വെറ്റായിട്ടുള്ള സ്ഥലത്തന്നെ അവിടെ ഇരുന്നിരുന്നത്. എന്നിട്ട് പ്രകാശാനന്ദ സരസ്വതിയും അവരുടെ ശിഷ്യഗണങ്ങളും അവിടെ ഇരിക്കുമ്പോൾ ഈ മഹാപ്രഭുവിന്, അദ്ദേഹം ഇങ്ങനെ എപ്പോഴും ധ്യാനനിരതനാണല്ലോ, ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഒരു ഉജ്ജ്വലമായിട്ടുള്ള പ്രകാശം അവിടെ വരും. കാരണം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് ആര്? നമ്മുടെ മഹാപ്രഭു. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് ബ്രഹ്മജ്യോതിയാണ് വരുന്നത്. ഈ മായാവാദികൾ അല്ലെങ്കിൽ അദ്വൈതവാദികളൊക്കെ ആരാധിക്കുന്നത് എന്തിനാണ്? ഈ ഒരു ബ്രഹ്മജ്യോതിനെയാണ് ആരാധിക്കുന്നത്. അപ്പൊ മഹാപ്രഭുവിൽ നിന്ന് ഈ ബ്രഹ്മജ്യോതി കണ്ടപ്പോൾ ഇതുവരെ കാണാത്തൊരു പ്രകാശം, അങ്ങ് കൃഷ്ണനാണോ, അങ്ങ് ഞങ്ങൾ പറയുന്ന നാരായണനാണോ അങ്ങ് എന്ന് ആര് ചോദിക്കും? ഈ പ്രകാശാനന്ദ. അപ്പോഴും വിനയാന്വിതനായിട്ട് അല്ലെ, നമ്മളെ അതില് ചേതോദർപ്പണത്തിലൊക്കെ പറയുന്നുണ്ടല്ലേ, ഒരുപാട് വിനയങ്ങളാണ് പറയുന്നത്. ഭഗവാനൊക്കെ വന്നാലും വിനയാന്വിതനായിട്ടിരിക്കണം. ആ വിനയാന്വിത ഭാവമാണ് ആയിരിക്കുണ്ടായിരുന്നത്? മഹാപ്രഭുവിനുണ്ടായിരുന്നത്. അപ്പൊ പ്രകാശാനന്ദ ഇവരെങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരിലേക്ക്? ഈ മഹാപ്രഭുവിലേക്ക്. അങ്ങനെ മഹാപ്രഭുവിന് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആർക്ക്? ഈ പ്രകാശാനന്ദന് അങ്ങനെയുള്ളതൊന്നും. എന്നിട്ട് ഇവര് മഹാപ്രഭുവിനെ എടുത്തിട്ട് ഇവരുടെ കൂട്ടത്തിൽ കൊടുത്തിരുത്തും. അപ്പൊ അവർക്ക് സമാധാനം. എന്നിട്ട് പ്രകാശാനന്ദ സരസ്വതി മഹാപ്രഭുവിനോട് ഉപദേശിക്കുകയാണ്, അങ്ങ് ഇങ്ങനെയൊക്കെ ഒരുപാട് തപസ്യാണ് അങ്ങ്.
എന്നിട്ട് എന്തിനാണ് അങ്ങ് ഈ പിന്നെന്താ പറയാ ഇങ്ങനെ ചപലന്മാരെ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ നാട്യം ചെയ്യുന്നത് പോലെ ഹരേ കൃഷ്ണ ഇങ്ങനെ പാടി കീർത്തിച്ച് അവിടെ ഇവിടെ ആടിപ്പാടി നടക്കുന്നത്? ഞങ്ങളെ പോലെ വേദാന്തമൊക്കെ അങ്ങേക്ക് പഠിച്ചുകൂടെ എന്ന് ആര് ചോദിക്കും? ഈ പ്രകാശാനന്ദ സരസ്വതി ചോദിക്കും. ആരോട്? നമ്മുടെ മഹാപ്രഭുവിനോട് ചോദിക്കും. അപ്പൊ മഹാപ്രഭു ഇവരുടെ സംസാരമൊക്കെ കേട്ടതിന് ശേഷം മഹാപ്രഭു പറയും, ഞാന് ഒരു മൂഢനാണ് എന്നാണ് എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയണേ, എനിക്ക് മൂഢത്തരത്തിരി കൂടുതലുള്ളത് കാരണം നീ വെറും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ മതി. അപ്പൊ ആരോടാ പറയുന്നത്? മഹാപ്രഭു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഞാൻ വെറും ഒരു മൂഢനാണ്. എന്നിട്ട് എന്താണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം നീ ജപിച്ച് അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ജപിച്ചോ, കുഴപ്പമില്ല, അത് മാത്രം ജപിച്ചാൽ മതി. നീ ആരിലേക്ക് എത്തും? ശ്രീകൃഷ്ണ ഭഗവാൻ നിന്റെ യഥാർത്ഥ സ്ഥാനത്ത് എത്തുമെന്നാണ് എൻ്റെ ആചാര്യൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോ പ്രബോധാനന്ദ സരസ്വതി എന്താ അപ്പൊ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ഇവര് ഈ മഹാപ്രഭുവിന്റെ ടീച്ചിങ്സില്, അതായത് മഹാപ്രഭുവിന്റെ പ്രഭാഷണത്തിൽ ഈ പ്രബോധാനന്ദ സരസ്വതിയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 1000 ശിഷ്യന്മാരും എന്തായിട്ട് മാറി? നമ്മളുടെ കൃഷ്ണഭക്തരായി മാറി. എന്നിട്ട് അദ്ദേഹം ഒരുപാട് ഈ വൈഷ്ണവ രചനകൾ വരെ ആര് രചിച്ചിട്ടുണ്ട്? നമ്മുടെ പ്രബോധാനന്ദ സരസ്വതി രചിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് അത്രയും പ്രാധാന്യമാണ്. മഹാപ്രഭു എന്താ പറയുന്നത്? ഞാനൊരു മൂഢനാണ് എന്ന് എന്റെ ഗുരുനാഥൻ മനസ്സിലാക്കിയിട്ട് എന്നോട് ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഏത് വിദ്യ ഇല്ലാത്ത ആൾക്കാർക്കും എന്ത് രുചി ഉണ്ടോ രുചിയില്ലേ ഒന്നും നോക്കണ്ട. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ഒരു മന്ത്രത്തെ മാത്രം മുറുകി പിടിച്ചാൽ മതി. അതില് ശ്രീമതി രാധാറാണി ഉണ്ട്, ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്, ഭഗവാന്റെ എല്ലാ ലീലകളും ഉണ്ട്. ഓക്കെ. ഹരേ കൃഷ്ണ. വാഞ്ചകൽപതരൂപേക്ഷ കൃപാസിന്ധുഭ്യേഷ പതിതാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ की जय, श्रीला प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे हरि 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 बोल.